കൊല്ലം കൊല്ലം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. കൊല്ലം നഗരം സ്ഥാപിച്ചത് മാർസാപ്പർ ഈസോയാണ്. അദ്ദേഹം ഒരു സിറിയൻ വ്യാപാരിയാണ്. തെൻവഞ്ചി, ദേശിങ്ങനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊല്ലമാണ്. തെൻവഞ്ചി, ദേശിങ്ങനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊല്ലം ജില്ലയാണ്. ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലമാണ്. 37 കിലോമീറ്ററാണ് കടൽത്തീരമുള്ളത്. എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികളുള്ള ജില്ലയും കൊല്ലമാണ്. അപ്പോൾ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും അതുപോലെ ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികളുള്ള ജില്ലയും കൊല്ലമാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം മേലില കൊല്ലം. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ മേലിലയാണ് കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു. കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലമാണ്. കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലമാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് തെന്മലയാണ്. തെന്മല, വർഷം 2008. അപ്പോൾ 2008-ലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് തെന്മലയിൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ പുനലൂരാണ്. അത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് പുനലൂരാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് പുനലൂർ. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം പുനലൂർ തൂക്കുപാലമാണ്. വർഷം 1877. കല്ലടയാറിന് കുറുകെയുള്ള തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെയാണുള്ളത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത ചെങ്കോട്ട പുനലൂർ റെയിൽപാതയാണ്. വർഷം 1904. ഇപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാതയാണ് ചെങ്കോട്ട മുതൽ പുനലൂർ വരെ. 1904-ലാണ് ഇത് നിലവിൽ വന്നത്. പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി. അപ്പോൾ പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി. കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. അത് പത്തനാപുരത്താണ്. പത്തനാപുരം ചെന്തുരുണി വന്യജീവി സങ്കേതം പത്തനാപുരത്താണ്. പാലരുവി വെള്ളച്ചാട്ടം ആര്യങ്കാവാണ്. പാലരുവി വെള്ളച്ചാട്ടം ആര്യങ്കാവ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. ക്ഷേത്രപ്രവേശനത്തിന് മുൻപ് നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുണ്ടായിരുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രപ്രവേശനത്തിന് മുൻപ് നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുണ്ടായിരുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് ചുറ്റമ്പലമില്ല. ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ്. ഇപ്പം 1809-ലാണ് കുണ്ടറ വിളംബരം നടന്നത്. അത് നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലം ജില്ലയിലാണ് കുണ്ടറ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. SNDP നിലവിൽ വന്നത് 1903-ആണ്. ഈ SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം ജില്ലയിലാണ്. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കൊല്ലം ജില്ലയിലെ കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. മുതിരമല സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. മുതിരമല സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. ജടായുപ്പാറ, തിരുമുല്ലവാരം ബീച്ച്, പീരങ്കി മൈതാനം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ജടായുപ്പാറ, തിരുമുല്ലവാരം ബീച്ച്, പീരങ്കി മൈതാനം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല. അതുപോലെ കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷൻ കൊല്ലമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷൻ കൊല്ലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം ജില്ലയിലാണ്.
കേന്ദ്ര അണുശക്തി കമ്മീഷന്റെ മേൽനോട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ റയർ എർത്ത്. കേന്ദ്ര അണുശക്തി കമ്മീഷന്റെ മേൽനോട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ റയർ എർത്ത്. കരുനാഗപ്പള്ളി സ്വരൂപത്തിന്റെ ആസ്ഥാനം മരുതൂർ കുളങ്ങരയാണ്. കരുനാഗപ്പള്ളി സ്വരൂപത്തിന്റെ ആസ്ഥാനം മരുതൂർ കുളങ്ങരയാണ്. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി ചവറയിലാണ്. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി ചവറയിലാണ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂർ. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂരാണ്. കേരള സിറാമിക്സ് കുണ്ടറയിലാണ്. കേരള സിറാമിക്സ് കുണ്ടറ. കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഇളമ്പള്ളൂർക്കാവ് ദേവീക്ഷേത്രമാണ്. കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഇളമ്പള്ളൂർക്കാവ് ദേവീക്ഷേത്രം. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മനയാണ്. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മന. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന ഗ്രാമമാണ് തങ്കശ്ശേരി. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന ഗ്രാമമാണ് തങ്കശ്ശേരി. 1911 CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ച സ്ഥലം മയ്യനാടാണ്. 1911 CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ച സ്ഥലം മയ്യനാടാണ്. കേരളത്തിലെ ആദ്യ ESI അതായത് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ESI മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളിയാണ്. കേരളത്തിലെ ആദ്യ ESI മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളിയിലാണ്. കടയ്ക്കൽ സ്റ്റാലിൻ, കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ സ്റ്റാലിൻ, കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ചിതറയാണ്. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ചിതറയാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂരാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂരാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്കും കുന്നത്തൂരാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കുന്നത്തൂരാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കും കുന്നത്തൂരാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന. ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നീണ്ടകരയാണ്. ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നീണ്ടകര നോർവേയുടെ സഹായത്തോടുകൂടി 1953 നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കൊട്ടാരക്കരയാണ്. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കരയാണ്. വർഷം 2005. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കരയാണ്. വർഷം 2005. വേണാട് സ്വരൂപത്തിൻ്റെ ശാഖയായ ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കര. വേണാട് രാജവംശത്തിൻ്റെ ശാഖയായ ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കരയിലാണ്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത് കൊട്ടാരക്കരയാണ്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത് കൊട്ടാരക്കരയാണ്. വേണാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം കൊല്ലത്താണ്. വേണാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം കൊല്ലം. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളാണ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളാണ്. ഇന്ത്യൻ റയർ എർത്ത് ഫാക്ടറി ചവറയിലാണ്. ഇന്ത്യൻ റയർ എർത്ത് ഫാക്ടറി ചവറയിലാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറയാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ്. മാതാ അമൃതാനന്ദമയി മഠം വള്ളിക്കാവാണ്. മാതാ അമൃതാനന്ദമയി മഠം വള്ളിക്കാവ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുള കണ്ടെത്തിയ സ്ഥലം പട്ടാഴിയാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുള കണ്ടെത്തിയ സ്ഥലം പട്ടാഴിയിലാണ്. ജില്ലയിലെ പ്രധാന കായലുകളാണ് ശാസ്താം കോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, ഇടവ, നടയറ, പരവൂർ എന്നിവ. അപ്പോൾ ശാസ്താം കോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, ഇടവ കായൽ, നടയറ കായൽ, പരവൂർ കായൽ ഇതൊക്കെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കായലുകളാണ്. കായലുകളുടെ രാജ്ഞി ശാസ്താം കോട്ടക്കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താം കോട്ടക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. ജില്ലയിലെ പ്രധാന നദികളാണ് അച്ഛൻ കോവിലാർ, ഇത്തിക്കരയാർ, കല്ലടയാർ,
പള്ളിക്കലാർ. അപ്പം ജില്ലയിലെ പ്രധാന നദികളാണ് അച്ചൻ കോവിലാർ, ഇത്തിക്കരയാർ, കല്ലടയാർ, പള്ളിക്കലാർ. അതുപോലെ പരവൂർ പൊഴി, റോസ്മല, ദർപ്പക്കുളം, കോട്ടുക്കൽ ഗുഹാക്ഷേത്രം, കുളത്തൂപ്പുഴ എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. പരവൂർ പൊഴി, റോസ്മല, ദർപ്പക്കുളം, കോട്ടുക്കൽ ഗുഹാക്ഷേത്രം, കുളത്തൂപ്പുഴ എന്നിവ സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ്. താങ്ക് യു.